ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻജിനീയറിംഗ് മെക്കാനിക്സാണ് ഇന്നത്തെ ടോപ്പിക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമുക്ക് മെക്കാനിക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ അതെന്താണെന്നുള്ള ഇൻട്രൊഡക്ഷനിൽ നോക്കാം. In physics, the branch which deals with the study of state of rest or motion caused by the action of forces on the bodies is called mechanics. എന്ന് വെച്ചാൽ ഫോഴ്സസ്, ഇപ്പോൾ ഫിസിക്സിൽ കൂടുതലായിട്ട് നമ്മൾ ഫോഴ്സസിൻ്റെ പല പല കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിൽ. സോ അതിൻ്റെ സ്റ്റഡി, ആ ഫോഴ്സിൻ്റെ ഓരോ ആക്ഷൻസ് ഓഫ് ഫോഴ്സസ്, അപ്പോൾ ആ ഫോഴ്സിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് കൊണ്ടാകുന്ന ചേഞ്ചസ് അതെല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ. അത് എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അപ്ലൈസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് മെക്കാനിക്സ് ടു സോൾവ് പ്രോബ്ലംസ് ഓഫ് കോമൺ എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ്. എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ ആ എഞ്ചിനീയറിംഗ് അതിൻ്റെ എലമെൻറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ടോട്ടലി ഇതൊരു ഫിസിക്സാണ്. അതിന് എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ അതിനെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി മെയിനായിട്ടുള്ള ഒന്നാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. ന്യൂട്ടോണിയൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ വലിയ ഒബ്ജക്ട്സ് ആണ്. ചെറിയ ഒബ്ജക്ട്സ് ആണൊക്കെ ആണെങ്കിൽ മൈക്രോസ്കോപ്പിക് എന്ന് പറയും. പക്ഷേ ഇത് വലിയ ഒബ്ജക്ട്സ് ആണ്, അതുകൊണ്ടാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്ന കാര്യം. മോഷൻ ഓഫ് മാക്രോസ്കോപ്പിക് ഈ മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ മോഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എന്താണ്, ഈ മോഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു? അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓർ എ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഒന്നുകിൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഈ ഒരു മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ മോഷൻ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ പറഞ്ഞ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഈ പറയാൻ പോകുന്നത്. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ആദ്യത്തേതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ഇതെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ്. ഫോഴ്സസും അതുപോലെ തന്നെ ഫോഴ്സസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷനും എപ്പോൾ ഈ ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ടു ആൻ ആക്ഷൻ ഓഫ് ഫോഴ്സസ്, സർട്ടൺ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ചില ആക്ഷൻ ഓഫ് ഫോഴ്സസ് കാരണം ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു മാക്രോസ്കോപ്പിക് ബോഡി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ സ്റ്റാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. മോഷൻ ഇതെന്ന് വെച്ചാൽ നേരത്തെ റെസ്റ്റ് ആയിരുന്നു. ഈ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് സർട്ടൺ ബോഡീസ് ആൻഡ് ദ കോറിലേഷൻ വിത്ത് ദ ഫോഴ്സസ് കോസിങ് ആൻഡ് എഫക്റ്റിംഗ് ദെയർ മോഷൻ. അതിൻ്റെ കോറിലേഷൻ, ഈ ഒരു ബോഡി നീങ്ങാനുള്ള അല്ലെങ്കിൽ മോഷൻ ചെയ്യാനുള്ള കാരണക്കാരായിട്ടുള്ള ഈ ഒരു ഫോഴ്സസും അതിൻ്റെ എഫക്റ്റും കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ ഒരു ഡൈനാമിക്സ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഡൈനാമിക്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കൈനമാറ്റിക്സും കൈനറ്റിക്സും. കൈനറ്റിക്സും അതാണ് ഈ ഒരു ഡൈനാമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ഡൈനാമിക്സ്, അതിൻ്റെ രണ്ടെണ്ണമാണ് ഈ കൈനമാറ്റിക്സും കൈനറ്റിക്സും. ആദ്യം കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഡീൽസ് വിത്ത് സ്പേസ് ടൈം റിലേഷൻഷിപ്പ് ഓഫ് എ ഗിവൺ മോഷൻ ഓഫ് ബോഡി ആൻഡ് നോട്ട് ഓൾ വിത്ത് ദ ഫോഴ്സസ് ദാറ്റ് കോസ് എ മോഷൻ. ഇത് ആക്ച്വലി സ്പേസും ടൈമും റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് കൈനമാറ്റിക്സിൽ ഓഫ് എ മോഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡി നീങ്ങുമ്പോൾ അല്ലെങ്കിൽ മോഷൻ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ടൈമും സ്പേസും അതിന് റിലേഷൻഷിപ്പാണ് ഈ ഒരു സ്റ്റഡിയാണ് നടത്തുന്നത്. പക്ഷേ നോട്ട് ഓൾ വിത്ത് ദ ഫോഴ്സസ് ദാറ്റ് കോസ് ദ മോഷൻ. എല്ലാം ഇതിലുള്ള ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഇതിൽ ഉൾപ്പെടുത്തൂല, പക്ഷേ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തും. സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പാണ് കൈനമാറ്റിക്സിൽ. ഇനി കൈനറ്റിക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിൽ വരുമ്പോൾ സ്റ്റഡി ഓഫ് ലോസ് ഓഫ് മോഷൻ ഓഫ് മെറ്റീരിയൽ ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ആക്ഷൻ ഓഫ് ഫോഴ്സസ് ആണ്. ഓർ കൈനറ്റിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സസും
ഫോഴ്സസും അതുപോലെ അതിൻ്റെ റിസൾട്ടിങ് മോഷൻ, ഫോഴ്സും അതിൻ്റെ റിസൾട്ടിങ് മോഷനും എന്ന് പറഞ്ഞാൽ അതിന് ഫോഴ്സ് കൊടുത്ത ശേഷം അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ മോഷൻ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, അതാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ആ റിസൾട്ട് മോഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൈനറ്റിക്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സം ഓഫ് ദ ഡെഫിനേഷൻസ് ഓഫ് ഐഡിയലൈസേഷൻസ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ അത് ചില ഐഡിയലൈസേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ആദ്യം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഒരു മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്, എന്തുകൊണ്ട് അവരുടെ ആക്ഷൻ ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ സർട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ സർട്ടൺ ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഈ പറഞ്ഞ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡി, അത് എങ്ങനെ റെസ്റ്റ് വന്നു എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് കൊടുത്തോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തോ ഉണ്ടാകുന്ന രീതിയിൽ അതെങ്ങനെയാണെന്നുള്ള സ്റ്റഡി ചെയ്യുന്ന ഒരു മെക്കാനിക്സാണ് അത് സ്റ്റാറ്റിക്സ്. ഇനി ഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫോഴ്സസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡൈനാമിക്കലി അല്ലെങ്കിൽ മോഷൻ രീതിയിൽ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടൻ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. അതാണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഓക്കെ, അത് കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി റിലേഷൻഷിപ്പ് വിത്ത് സ്പേസ് ടൈമാണ്. ഓക്കെ, റിലേഷൻഷിപ്പാണ് വിത്ത് ദ മോഷൻ ഓഫ് ദ ബോഡി ആൻഡ് നോട്ട് ഓൾ വിത്ത് ദ ഫോഴ്സസ് ദാറ്റ് കോസ് ദ മോഷൻ. എല്ലാ ഫോഴ്സസും ഇത് ഉൾപ്പെടുത്തില്ല കൈനമാറ്റിക്സിൽ. കൈനറ്റിക്സിൽ ആക്ച്വലി പറയുമ്പോൾ സ്റ്റഡി ഓഫ് ലോസ് ഓഫ് മോഷൻ ഓഫ് എ മെറ്റീരിയൽ അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്, അത് അറിയാലോ. ഓർ കുറച്ചും കൂടെ പ്രിസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആൻഡ് ദ റിസൾട്ടിങ് മോഷൻ. ഓക്കെ, ഫോഴ്സസും അതുപോലെ റിസൾട്ടിങ് മോഷനും കൂടെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു വീഡിയോയിലുള്ള അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.